ഒരു ഇടിവെട്ട് പാട്ട്. കാരണം നമുക്ക് എന്താ പറയുന്നത്, അക്ഷരവും സംഗീതവും പിന്നെ ദാസേട്ടന്റെ ശബ്ദവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഫീലാണ് ഈ പാട്ടിന്. പിന്നെ ഡാനി കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഡാനിക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരിക്കാം. സുഖമില്ലല്ലേ? ചുമ ഭയങ്കര കൂടുതലാണ്. പക്ഷേ ചുമയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും വോയിസ് നല്ല സുഖമായിരുന്നു കേൾക്കാൻ, നല്ല ക്ലാരിറ്റി. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ്, കാരണം ചുമയായിരിക്കും, ജലദോഷമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ മനോഹരമായിരുന്നു കേൾക്കാൻ. വെരി വെരി ഗുഡ് സൗണ്ടിങ്, നന്നായിരുന്നു കേൾക്കാൻ വേണ്ടി. താങ്ക് യു. പക്ഷെ മിസ്റ്റേക്സ് കണ്ടമാനം വന്നിട്ടുണ്ട്. ആദ്യത്തെ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണോ? ഒരു വിറയില് ഇപ്പൊ സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. എന്നിട്ട് അത് അവിടെ സൂചിപ്പിക്കേ അല്ല, അവിടെ ഒരു സുഖം വരണം. പിന്നെ നളിനം എന്ന് പാടുന്ന സ്ഥലത്തെ ആ ഒരു കുഞ്ഞു സംഗതി അത് പാടിക്കുന്നത് നളിനം ആ നോട്ട് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചെറുതാണ് സംഭവം, പക്ഷെ അത് ഭംഗിയായിരിക്കണം. പിന്നെ ആ സാധനം അത് ഒരു സ്ഥലത്തും അങ്ങോട്ട് ആ വ്രീളാവതി അങ്ങോട്ട് വന്നില്ല. അത് പാടിക്കേ. നീ ആ ഗ്ലൈഡ് അത് സൂചിക്കണം അവിടെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു കേളി നളിന ഒരു ഇംപ്രവൈസേഷൻ ആയിരുന്നു. ഒരു ചെറിയൊരു ഇംപ്രവൈസേഷൻ നടത്തി നോക്കി. ഒന്നാമതേ ദുർബല, പിന്നെ ഗർഭിണി എന്നൊക്കെ പറഞ്ഞ പോലെ വയ്യാതെ നിന്ന് എന്തിനടുത്ത് ഇംപ്രവൈസ് ചെയ്ത് ഒട്ടും ശരിയായില്ല. അതെന്താ ഒന്ന് പാടിക്കാൻ എന്ത് വരുന്നത്? ആദ്യം കുറെ ഉണ്ടായിരുന്നു, ഞാൻ കുറെ ഇംപ്രവൈസേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ആദ്യത്തെ കേളി, അതൊന്ന് പാടിക്കുന്നത്. കേളി നളിനം, പിന്നെ കേളി കേളി അതല്ല, വേറെന്തോ ഒരെണ്ണം വന്നായിരുന്നല്ലോ. കേളി അതൊക്കെ കുളിരിൽ നീ കുളിരിൽ നീ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് പാടുകയാണെങ്കിൽ, ഈ സംഗതി പാടുകയാണെങ്കിൽ അതിനകത്ത് ഈ സംഗതി ഡിമാൻഡ് ചെയ്യുന്ന ഭാവമാണ്. കുളിരിൽ നീ അങ്ങനെ പാടണം. പാടിക്കേ. കുളിരിൽ നീ, അവിടെ ഒരു വലിയൊരു കുളിരിൽ 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 നീ കുളിരിൽ നീ അങ്ങനെ പോട്ടാ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കുറച്ച് സ്ഥലങ്ങളും പോയി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്വേത. ബാല, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം, യു ഹാവ് എ വെരി ഡിഫറെന്റ് വോയിസ്. ഡിഫറെന്റ് വോയിസ് ആണ്, ഒരു ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ബേസ് വോയിസ്. താങ്ക് യു. ആൻഡ് ഈ സോങ് നിങ്ങളുടെ പെർഫോമൻസ് എനിക്ക് കേട്ടപ്പോ ഓരോരോ അക്ഷരമും ലിറിക്സ് ക്ലാരിറ്റി ഇൻ ലിറിക്സ് നന്നായിരുന്നു. താങ്ക് യു. ഐ തിങ്ക് ഡാനി വന്നിട്ട് ഇപ്പോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റാ കിട്ടിയിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം എക്സ്പ്ലോർ ചെയ്യണം, നിങ്ങളുടെ ഓൺ ടാലൻസ്. ഐ തിങ്ക് യു വിൽ ബി എ വെരി ഗുഡ് പ്ലേബാക്ക് സിംഗർ ഇൻ സിനിമ. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ബാല. ശരത് സർ, നല്ല പാട്ട് കേട്ടോ ഡാനി. ഇതാരാണ് സെലക്ട് ചെയ്തത്? അത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത. വെരി ഗുഡ് സെലക്ഷൻ ഡാനി. തന്നെ സലിതയുടെ എല്ലാ പാട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിത് തന്നെ പറയും, ഏത് പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നാലും കാര്യം എല്ലാം മുത്തുക്കളാണ്. അത് എനിക്ക് തോന്നി ആദ്യം ആ വിറപ്പ് പെട്ട് ഡാനിയെ പിന്തുടരുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലായ്മയും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. വിടരുമോ ശ്രുതി, അതുള്ള കേളി നളീനം അതേ ഉള്ളൂ. അവരുടെ സംഗതി പാടുന്നുണ്ട് അനാവശ്യമായിട്ട്.
നളിനം അതെന്തിനാ, അതിന്റെ ആവശ്യമില്ല. ദനീനേ. നളിനം. അതേ ഉള്ളൂ, അതാണ് കറക്റ്റ്. അവിടെ മറ്റേത് വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ബ്യൂട്ടി പോകുന്നു. സലിത കൺസീവ് ചെയ്തേക്കുന്നത്. ഇല്ല, ദാസേട്ടന് വരാത്ത സംഗതിയാണോ നമ്മൾ പാടുന്നത്? അല്ല, തീർച്ചയായിട്ടും. പിന്നെ പൊതിയും കുളിരിൻ, എനിക്കത് അതിന് കുറച്ചും കൂടെ നോട്ട് ക്ലാരിറ്റി. എന്നുള്ളത് സ്വരം ആ കറക്റ്റ് വരണ്ടേ? നീ അപ്പൊ ഷാർപ്പാവണ് ജാനകി. അതല്ല ഈ പാട്ട്. എപ്പോഴും അത് നോക്കണം നമ്മൾ. കാര്യം അതൊക്കെയാണ് എന്താ പറയണ്ടത്, ഇതിന്റെ ഒരു ജീവനാഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്രീണാവതിയായി, അതേ ഉള്ളു. ദരിണി അത് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വ്രീതവതിയുടെ ഇവിടെ കിക്കിളിയാക്കിയ ഒരു ഫീലുണ്ട്. അത് വേണ്ട കേട്ടോ. ഡാനിയുടെ അസുഖം കൂടെ മാറിയിരുന്ന് കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് ശബ്ദം ഇഷ്ടമായി. എം ജി അണ്ണൻ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. ശബ്ദം ടോണൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഡാനിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചിത്ര ചേച്ചി. ആദ്യം നല്ല സോങ് സെലക്ഷൻ, പിന്നെ അസുഖമൊന്നും വോയിസിൽ എനിക്ക് അധികമായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം കുറച്ച് ശ്രുതി അവിടെ ചേരേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ബാക്കിയെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. സംഗതികളുടെ ഒന്ന് രണ്ടെണ്ണത്തിന്റെ ക്ലാരിറ്റി ആ ഇംപ്രൂവൈസ് ചെയ്ത് കൊള്ളാമായിരുന്നു. പക്ഷെ അതൊരു കോൺഫിഡന്റ് ആയിട്ട് ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ലതായിരുന്നു. താങ്ക് യു ചേച്ചി. ഓക്കെ ഡാനിയുടെ ഫോർത്ത് റൗണ്ട് ഓഫ് മാർക്സ്. ചേച്ചി ഔട്ട് ഓഫ് 30 23. ശരത് സർ 23 ഡാനി. താങ്ക് യു. ബാല 8 on 10. ശ്രീയേട്ട 23. താങ്ക് യു. 23. ടോട്ടൽ മാർക്സ് 77. 77 മാർക്സ് ആണ് ഡാനിയുടെ ഫോർത്ത് റൗണ്ടിൽ. ഇന്ന് നല്ല മാർക്ക് കിട്ടി. പക്ഷെ ഇപ്പോഴും പഴയ മാർക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഡേഞ്ചർ സോണിന്റെ പടിവാതിലിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എനിക്ക് SMS അയക്കണം പ്ലീസ്. SMS അയക്കുന്ന ഫോർമാറ്റ് SS സ്പേസ് ഡാനി.